സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളിൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാരിന്റെ നീക്കം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുള്ളവർ അന്വേഷണ സംഘത്തെ നേരിട്ട് സമീപിക്കാം. ആരോപണം ഉന്നയിച്ചവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണോ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്? തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസം ഇതുവരെ നിരവധി ആരോപണങ്ങൾ തുടർച്ചയായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാന് രാജിവെക്കേണ്ടി വരുന്നു. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് ഈ ആരോപണങ്ങളെ തുടർന്ന് രാജിവെക്കേണ്ടി വരുന്നു. മാത്രമല്ല, ഈ രാജിക്ക് അപ്പുറത്തേക്ക് ഇവർക്കെതിരെ അടക്കം കേസ് എടുക്കണം, നടപടി വേണമെന്ന ആവശ്യമടക്കം സജീവമായി ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് ഇക്കാര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഒരു യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനം. അതിൽ IPS ഉദ്യോഗസ്ഥർ മാത്രം അടങ്ങുന്ന ഒരു സംഘമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. സംഘത്തിലുള്ളത് ജി സ്പർജൻ കുമാർ, IG സ്പർജൻ കുമാർ, S അജിത ബീഗം അടക്കമുള്ളവരാണ് ഈ സമിതിയിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. അത്തരത്തിൽ IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള ഒരു സംഘം ഈ ആദ്യഘട്ടത്തിൽ ഈ പരാതി ഉന്നയിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തിയ ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ DGPയിൽ നിന്ന്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്ന് നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വനിതാ ഉദ്യോഗസ്ഥർ ആണ് ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് വനിതാ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ്. അത് DIG അജിത ബീഗം, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ്, AIG G പൂങ്കുഴലി, അതുപോലെ തന്നെ ഐശ്വര്യ ഡോങ്റെ, അസിസ്റ്റന്റ് ഡയറക്ടർ കേരള പോലീസ് പോലീസ് അക്കാദമി, അതുപോലെ തന്നെ അജിത്ത് AIG ലോ ആൻഡ് ഓർഡർ, S മധുസൂദനൻ SP ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം തുടങ്ങിയ 7 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഈ സംഘം എല്ലാവരുമായും ഈ പരാതികൾ ഉന്നയിച്ച ആളുകളെ കാണും, അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയ ശേഷം അവർ ആ പരാതിയിൽ ഉറച്ചു നിന്നാൽ കേസുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം ശക്തമായി തന്നെ ഉയർന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ചില വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന നിർദ്ദേശമടക്കം വരികയും ചെയ്തിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുകയാണ്. ഏതായാലും അതിന് പിന്നാലെയാണ് നിരവധി ആളുകൾ ഈ പരാതികളുമായി ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അടക്കം ഈ പേരുകൾ പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് ഇത്തരത്തിൽ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതിയുമായി യുവനടിയായ രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. അതിനു മുൻപ് ഈ രഞ്ജിത്ത്, ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് ഇത്തരത്തിൽ തന്നോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ബംഗാളി നടി ശ്രീലേഖ മിത്ര അടക്കമുള്ളവർ വരികയും അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ഇരുവർക്കും ആ സ്ഥാനത്ത്, അവർ തുടരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കേണ്ട സാഹചര്യം അടക്കം ഉണ്ടായ ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ നിന്നാണിപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി, നേരത്തെ തന്നെ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം അടക്കം തേടുകയാണെന്ന് മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ നിയമോപദേശം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരിൽ നിന്ന് ആദ്യഘട്ടം എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്തുക, ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അതിൽ കേസെടുക്കുക എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത് എന്നുള്ളതാണ്. അത് എല്ലാവരും ഭൂരിഭാഗം പേരും IG റാങ്കിലുള്ളവരാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ IG റാങ്ക് മുതൽ SP റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥർ മാത്രം, അത് IPS ഉദ്യോഗസ്ഥരാണ്. IPS ഉദ്യോഗസ്ഥർ മാത്രമടങ്ങിയ 7 അംഗ സംഘമാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ആ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘമാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ആ സംഘം ഇത് പരിശോധിക്കും, ഇതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ് ആന്റണി.